നമസ്കാരം മക്കളെ. കാനഡയിലത്തെ ഈ കാലാവസ്ഥ മഴയുമല്ല വെയിലുമല്ല. ഫ്രിഡ്ജിന്റെ വാതിൽ തുറന്നിട്ട് അകത്ത് കയറിയതുപോലെ അതാണ് സ്നോഫോൾ. നമുക്ക് തോന്നും ആരോ പൗഡർ വിതറിയതുപോലെ. മഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രകൃതി നൽകുന്ന ഫ്രീ എക്സ്ക്യൂസ്. പക്ഷെ ഇവിടെ അതൊരു എക്സ്ക്യൂസേ അല്ല, ഡെയിലി റൂട്ടീനാണ്. ഇവിടുത്തെ മഞ്ഞിന്റെ അളവ് ചോദിച്ചാലേ കേരളത്തിൽ പൊറോട്ട ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്ട്രാ ഗ്രേവി പോലെയാ ഇവിടുത്തെ നേച്ചർ പറയുന്നത്. ഗീവ് മീ എക്സ്ട്രാ സ്നോ, ആക്ച്വലി മേക്ക് ഇറ്റ് ഡബിൾ. കാനഡയിൽ സ്നോ ഷോവലിംഗ് എന്നൊരു എക്സസൈസ് ഉണ്ട്. ജിമ്മിലും പോണ്ട, മെമ്പർഷിപ്പും വേണ്ട. വീട്ടുമുന്നിലെ മഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ 5 മിനിറ്റും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, എനിക്ക് ഇവിടെ സെറ്റിലാകാൻ എന്താണ് പ്രചോദനമായത്? അപ്പോൾ പിന്നിൽ നിന്നൊരു വിൻഡ്. അത് ബേസിക്കലി നേച്ചർ പറയുന്നത് തൃപ്തിയായില്ലേ, ഇല്ലെങ്കിൽ ഇതാ പിടിച്ചോ കുറച്ചുകൂടി ഫ്രീ AC. സ്നോഫോൾ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ക്യൂട്ട് ഐസ് ഫ്ലേക്സ്, റൊമാൻസ്. അത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. റിയാലിറ്റി frozen nose, slippery road, 2-layer jacket, gloves, socks. എന്റെ ആത്മാവ് പുറത്തു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നേ. കാനഡയിൽ നടക്കുന്നത് ഒരു നടത്തമല്ല, ഐസ് സ്കേറ്റിംഗ് ആണേ. എന്റെ കാലുകൾ ഞാൻ പോവേണ്ട ദിശ ഇതല്ല. മഞ്ഞ്, don't worry, I will slide you. സ്നോയുടെ ഒരു പ്രധാന വിനോദമാണ് കാർ ഒളിപ്പിക്കൽ. രാവിലെ ചായക്കപ്പുമായി വീടിന് മുന്നിൽ നോക്കുമ്പോൾ കാർ കണ്ടില്ലെങ്കിൽ ആരും പരിഭ്രാന്തി വേണ്ട കേട്ടോ. അത് മഞ്ഞിനോടൊപ്പം ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സ്നോഫാളിന്റെ ചാം അത് വേറൊന്ന് തന്നെയാ. വീതികളെല്ലാം ഫെയറി ടെയിൽ പോലെ. Beautiful to watch, painful to live. എന്തായാലും മഞ്ഞിനേക്കാൾ കൂളായ സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾ എല്ലാവരും. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.